So once again, warm welcome my friends. In the last class, we discussed about early Roman Empire and what was the system of governance and what are the stratification of society and what are the communities and what are the collaborators of that early Roman Empire. And moreover, there was a very important one topic that was the 3rd century crisis. Why the 3rd century became a landmark in the history of Roman Empire. So in this class, we will discuss about gender, literacy and culture. Our topic is gender, literacy and culture. What was the role of gender and the importance of literacy in Roman Empire, and moreover the cultural importance of Roman Empire. So we will discuss in a very elaborative manner, no more, but we will try. So first, സുഹൃത്തുക്കളെ, നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ജെൻഡർ, ലിറ്ററസി ആൻഡ് കൾച്ചറാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ഏർലി റോമൻ എംപയറിനെ കുറിച്ച് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുകയുണ്ടായി. അവിടുത്തെ സാമൂഹിക അന്തരീക്ഷങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി. സോ ഇന്നത്തെ ക്ലാസ്സിൽ നാം സംസാരിക്കുവാൻ പോകുന്നത് റോമൻ എംപയറിലെ ജെൻഡർ, ലിറ്ററസി, കൾച്ചറിനെ കുറിച്ചാണ്. So firstly, gender. The first one is gender. So the basic idea of family of Roman Empire was nuclear family. First one, nuclear family. ബേസിക് ആയിട്ടുള്ള ഒരു ഫാമിലിയുടെ സ്ട്രക്ചർ അത് ന്യൂക്ലിയർ ആയിരുന്നു. ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂക്ലിയർ ഫാമിലി സെറ്റപ്പിലാണ്. അതായത് അച്ഛൻ, അമ്മ, മകൻ, മകൾ, കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ആയാൽ അതിൽ അച്ഛൻ്റെ അച്ഛൻ, ഗ്രാൻഡ് ഫാദർ ഉണ്ടാവാം, ഗ്രാൻഡ് മദർ ഉണ്ടാവാം. അതാണ് പണ്ട് നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്നത് എക്സ്റ്റെൻഡഡ് ഫാമിലി ആയിരുന്നു. അതായത് നമ്മുടെ കസിൻസും ഫാദറിൻ്റെ അനിയനും ചേട്ടനും തുടങ്ങി ധാരാളം ഒരു വലിയ നിലയ്ക്കുള്ള എക്സ്റ്റെൻഡഡ് ഫാമിലി സ്ട്രക്ചറായിരുന്നു നമ്മുടെ നാടുകളിലുണ്ടായിരുന്നു. പക്ഷേ റോമിൽ ഉണ്ടായിരുന്ന ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ്, ബിഫോർ 2000 years, the Roman structure of family was nuclear family. This is so interesting. And moreover, the adult will leave the home by their adulthood. ഒരാൾ അഡൽട്ട് ആവുന്നതോട് കൂടി തന്നെ അവരെന്ത് ചെയ്യും, അവരുടെ ഹോം വിടും. അവർ പുതുതായിട്ടുള്ള പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് അവർ എന്ത് ചെയ്യും, പുതിയ സ്ഥലങ്ങളിലേക്ക് അവർ പോകും. അതായത് ഇന്നത്തെ പാശ്ചാത്യ നാടുകളിലുള്ളതുപോലെ ഏകദേശം 18 വയസ്സാകുമ്പോഴേക്കും അവർ മറ്റൊരു ഫ്ലാറ്റുകളെടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറിപ്പോയിരിക്കും. ഇതേ ഒരു പ്രക്രിയ ഏകദേശം 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് റോമൻ എംപയറിൽ അവിടുത്തെ ഫാമിലി സ്ട്രക്ചറിൽ നടന്നിരുന്നു. പക്ഷെ ഇന്നില്ലാത്തൊരു അന്നുണ്ടായിരുന്ന ഒരു കാര്യം സ്ലേവറി. ദ സ്ലേവ്സ് വേർ പാർട്ട് ഓഫ് ദ ഫാമിലി. സ്ലേവ് വേർ പാർട്ട് ഓഫ് ദ ഫാമിലി. സ്ലേവ്സ് വേർ ദ പാർട്ട് ഓഫ് ദ ഫാമിലി. സോ ഇപ്പോൾ ജെൻഡറിൽ നാം ജെൻഡറിനെ കുറിച്ചാണ് വന്നുകൊണ്ടിരുന്നത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ന്യൂക്ലിയർ ഫാമിലി സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞു. അടുത്ത വൈഫ് എന്തായിരുന്നു, വാട്ട് വാസ് ദ റോൾ ഓഫ് വൈഫ് ഇൻ ദാറ്റ് കമ്മ്യൂണിറ്റി, ഇൻ ദാറ്റ് ഹിസ്റ്റോറിക്കൽ ഏജ്. ഇന്ന് നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ അധികം അവർക്ക് ലീഗൽ അല്ലാത്തതുമായിട്ടുള്ള ധാരാളം റൈറ്റുകൾ അവർ അനുഭവിച്ചിരുന്നു. ഫസ്റ്റ്ലി അവർക്ക് പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയിലുള്ള അവകാശം ഉണ്ടായിരുന്നു. അതായത് അവരുടെ നാറ്റാൽ ഫാമിലിയിൽ നിന്നുള്ള, നാറ്റാൽ എന്ന് പറഞ്ഞാൽ
അവരേത് ഫാമിലിയിലാണോ ജനിച്ചത് ആ ഫാമിലിയിലുള്ള ആ വൈഫിൻ്റെ ഫാദറിൻ്റെ അല്ലെങ്കിൽ മദറിൻ്റെ സ്വത്തിന് ഉടമസ്ഥാവകാശം അവർക്കുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യം, they have also the right to easy divorce. ഈസി ഡൈവേഴ്സും ഈ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഫാമിലി സ്ട്രക്ചറിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇന്നത്തെ നമ്മുടെ നാട്ടിലുള്ളതുപോലെ വളരെ വലിയ ലീഗൽ ബാറ്റിലുകളിലേക്കോ അല്ലെങ്കിൽ മറ്റ് നീണ്ട നിയമയുദ്ധങ്ങളിലേക്കോ പോകേണ്ട ആവശ്യം അന്നില്ലായിരുന്നു. അപ്പോൾ ഡൈവേഴ്സ് ഉണ്ടാകുന്നതിന് മുമ്പ് എന്തുണ്ടാവണം? സ്വാഭാവികമായിട്ടും കല്യാണം ഉണ്ടാവണം. ഞാൻ പറഞ്ഞത് ഡൈവോഴ്സ് എല്ലാവരും ചെയ്തിരുന്നു എന്നല്ല, മറിച്ച് ആർക്കെങ്കിലും ഡൈവോഴ്സ് ആവശ്യമുണ്ടായിരുന്നെങ്കിൽ അത് അവർക്ക് ഈസി ആയിട്ട് കിട്ടിയിരുന്നു. മറ്റൊന്ന് കല്യാണം. Marriage is an very important institution of a society. So കല്യാണത്തിന് ഏകദേശം മെയിൽസിൻ്റെ ഏജ് ഓഫ് മാരേജ് ഏകദേശം ലേറ്റ് 20 മുതൽ ഏർലി 30s വരെ ആയിരുന്നു. ലേറ്റ് 20 മുതൽ ഏർലി 30s വരെ. സ്വാഭാവികമായിട്ട് ഫീമെയിലിൻ്റെ ഏർലി 20s. നമ്മുടെ നാടുകളിലൊക്കെയുള്ള ഏകദേശം നമ്മുടെ നാടുകളിലൊക്കെയുള്ള വിവാഹപ്രായങ്ങളൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക, നാം തുലനം ചെയ്ത് നോക്കുക. ഏകദേശം 2000 വർഷങ്ങൾക്കിപ്പുറം നമുക്കൊക്കെ എത്രമാത്രം മാറ്റങ്ങളുണ്ട്, സൊസൈറ്റികളിൽ എന്തൊക്കെ തരത്തിലുള്ള മാറ്റം സ്ത്രീകൾക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെ എന്ത് ചെയ്യുക, നാം ഓരോരുത്തരും ചെക്ക് ചെയ്ത് നോക്കുക. സോ ഇതാണ് പ്രധാനപ്പെട്ട ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പക്ഷേ സ്ത്രീകൾക്ക് റൈറ്റ് ഉണ്ട്, ലാൻഡ് ഓണർഷിപ്പ് ഉണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിലും അവിടെ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന മറ്റൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്തുള്ളതുപോലെ തന്നെ സ്ത്രീകൾ ദേ വർ സബ്ജുഗേറ്റഡ്. അവർ മറ്റുള്ള ഒരാൾ അധീനപ്പെടുത്തുക എന്നൊക്കെയാണ് സബ്ജുഗേഷൻ്റെ അർത്ഥം, അല്ലെങ്കിൽ കീഴ്പ്പെടുത്തുക. അതായത് സ്ത്രീകൾ എന്ത് ചെയ്യുക, പുരുഷന്മാർ അന്ന് ഉപദ്രവിക്കാറുണ്ടായിരുന്നു. അതായത് വീടുകളിൽ ഗാർഹിക പീഡനങ്ങൾ അന്നും നിലനിന്നിരുന്നു. അതായത് ആ സമയത്തുള്ള റോമൻ ഒരു ചരിത്രകാരനായിട്ടുള്ള സെന്റ് അഗസ്റ്റിൻ തൻ്റെ പിതാവ് തൻ്റെ മാതാവിനോട് കാണിക്കുന്ന ക്രൂരതകളെക്കുറിച്ച് ഒരു നീണ്ട അനുഭവങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട്. എത്രമാത്രം ക്രൂരന്മാരായിരുന്നു അന്നത്തെ ആ സമൂഹം, അല്ലെങ്കിൽ എത്രമാത്രം സ്ത്രീകളെ ഗാർഹിക പീഡനത്തിനും മറ്റും ഇരയാക്കിയിരുന്ന ഒരു സമൂഹവും കൂടിയായിരുന്നു ഇത്. ഇതിനൊക്കെ പുറമെ ഇങ്ങനെയും ഒരു മുഖം അന്നത്തെ റോമൻ എംപയറിലെ ഒരു ജനതയ്ക്കുണ്ടായിരുന്നു. അതായത് അന്ന് ഫാദേഴ്സിന് അന്നുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേ ഹാവ് ദ ലീഗൽ ഹുഡ് ഓർ ലീഗൽ കൺട്രോൾ ഓവർ ദെയർ ചിൽഡ്രൻ. ഫാദേഴ്സിന് ലീഗൽ കൺട്രോൾ ഉണ്ടായിരുന്നു. ലീഗൽ കൺട്രോൾ ഓവർ ചിൽഡ്രൻ, അതായത് അമ്മയേക്കാൾ കൂടുതൽ കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയുടെ മേലുള്ള അവകാശം ഫാദറിനാണ്. അപ്പോൾ അവിടെ ഒരു അൺവാണ്ടഡ് ചിൽഡ്രൻ, ഇഫ് ദർ എനി അൺവാണ്ടഡ് ചിൽഡ്രൻ then the father can make a decision. Sometimes it may be a hard decision. ചിലപ്പോൾ എന്ത് ചെയ്യും, ആ പിതാവ് കുട്ടികളെ വളരെ തണുത്ത അന്തരീക്ഷമാണല്ലോ, ആ തണുത്ത അന്തരീക്ഷത്തിൽ പുറത്തേക്ക് വെക്കും. ഏകദേശം വൈകുന്നേരം വെച്ച് രാവിലെ ആകുമ്പോൾ ആ കുട്ടി എന്ത് ചെയ്യും, മരിച്ചു പോകും. അതായത് ഫാദറിന് അങ്ങനത്തെ വരെ ഒരു ലീഗൽ ഹുഡ് തൻ്റെ കുട്ടികളുടെ മേൽ ഉണ്ടായിരുന്നു. അപ്പോൾ നാം ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഏകദേശം ജെൻഡർ ആയിരുന്നു. അടുത്ത ലിറ്ററസി. ജെൻഡർ ഏകദേശം കഴിഞ്ഞു, ഇനി അടുത്ത ലിറ്ററസി.
ലിറ്ററസി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലിറ്ററസി ഉള്ള നാടാണ് നമ്മുടെ എന്നൊക്കെയാണ് നാം പറഞ്ഞു വയ്ക്കുന്നത്. ഇനി അന്നത്തെ റോമൻ എംപയറിലുള്ള ലിറ്ററസി, അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ ഹൗ വാസ് ദ ലിറ്ററസി, എങ്ങനെയായിരുന്നു ലിറ്ററസി എന്നാണ് നാം ഇപ്പോൾ ചെക്ക് ചെയ്യുന്നത്. അതായത് ഇന്ത്യയുടെ കേസ് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള അത്ര ലിറ്ററസി യു പിയിലുണ്ടോ? ഇല്ല. അതേപോലെ തന്നെ റോമൻ എംപയറിൻ്റെ കേസിലും ദ ലിറ്ററസി റേറ്റ് ഓഫ് റോമൻ എംപയർ വേരിഡ് അപ്പോൺ ദ പ്രൊവിൻസസ്. ഓരോ പ്രൊവിൻസുകൾക്കനുസരിച്ച് എന്ത് ചെയ്തിരുന്നു, ലിറ്ററസി റേറ്റ് വ്യത്യസ്തപ്പെട്ടിരുന്നു. അതായത് നമുക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ പോംബെ, നിങ്ങളെല്ലാവരും പോംബെ എന്നുള്ള, ഐ തിങ്ക് മോസ്റ്റ് ഓഫ് യു ഓൾറെഡി ഹേർഡ് അബൌട്ട് പോംബെ. ഫോർ വാട്ട് യു ഹേർഡ്? ഹൗ യു എവർ ബീൻ ഹേർഡ് അബൌട്ട് പോംബെ? In AD 79 there was a big earthquake that happened that devastated the entire Bombay. AD 79 ഒരു ഭൂകമ്പം ഉണ്ടാവുകയും ആ ഭൂകമ്പത്തിനോടനുബന്ധിച്ച് ബോംബെ എന്ന് പറഞ്ഞ ആ പട്ടണം തന്നെ ഇല്ലാതാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബോംബെ തന്നെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ബോംബെ സ്പെല്ലിംഗ് നോക്കണേ. ബോംബെയിലുള്ള ലിറ്ററസി റേറ്റ് കൂടുതലായിരുന്നു. അതിന് എവിടെ നിന്നാണ് ചരിത്രകാരന്മാർക്ക് തെളിവ് കിട്ടിയിട്ടുള്ളത്? അതായത് അവിടെയുള്ള വോളുകളിൽ ധാരാളം അഡ്വർടൈസ്മെൻറ്റും ധാരാളം ഗ്രാഫിറ്റികളും ചരിത്രകാരന്മാർക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ചരിത്രകാരന്മാർ മനസ്സിലാക്കി ബോംബെയിലുള്ള ലിറ്ററസി റേറ്റ് കൂടുതലാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇൻ ഈജിപ്റ്റ് ദ ഹിസ്റ്റോറിയൻസ് സേ the literacy rate of Egypt was in a decreasing mode. Why they are saying? The first cause is they found that as you all know, ഈജിപ്തിലാണ് ധാരാളം എഴുതുവാനുള്ള പാപ്പറസും ധാരാളം തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉള്ളത് ഈജിപ്തിലാണ്. ഈജിപ്റ്റ് അതുപോലെ തന്നെ ഇന്നത്തെ ഇറാഖിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള ധാരാളം യൂഫ്രട്ടീസ് നദിയുടെയും നൈൽ നദിയുടെയും തീരങ്ങളിലൊക്കെയാണ് ധാരാളം പാപ്പറസ് സ്റ്റഡികളൊക്കെ ഉള്ളത്. അങ്ങനെ ഇത്രമാത്രം സൗകര്യമുള്ള ഈജിപ്തിൽ അത്രമാത്രം ലിറ്ററസി റേറ്റ് ഇല്ലായിരുന്നു. അതിന് കാരണം അന്നത്തെ ഹിസ്റ്റോറിയൻസ് പറയുന്നത് അവിടെ എഴുതിക്കൊണ്ടിരുന്ന ആളുകൾ പ്രൊഫഷണൽസ് ആയിരുന്നു, സാധാരണക്കാരല്ല, പ്രൊഫഷണൽസ് ആയിരുന്നു. ധാരാളം സ്ക്രൈബേഴ്സിനെ സ്ക്രൈബ്സിനെ വിളിച്ചിട്ടാണ് ആളുകൾ എഴുതിക്കൊണ്ടിരുന്നത്. അതിൽ തന്നെ അവർ സംടൈംസ് അന്നത്തെ ഹിസ്റ്റോറിയൻസ് പറയുന്നുണ്ട്, സംടൈംസ് എക്സ് ഓർ വൈക്ക് എഴുതാൻ അറിയില്ല. എക്സ് ഓർ വൈ എന്താണ്? ദേ ആർ അണേബിൾ ടു റീഡ് ആൻഡ് റൈറ്റ് എന്നൊക്കെ അന്നത്തെ ഏകദേശം 12,000 കൊല്ലങ്ങൾക്ക് മുമ്പ് ആളുകൾ എഴുതി വച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചില വിഭാഗം ആളുകൾക്ക് കൃത്യം നല്ല ലിറ്ററസി റേറ്റ് ഉണ്ടായിരുന്നു. അതിൽ ഒരാൾക്കാരാണ് സോൾജേഴ്സിന് എന്തുണ്ട്, നല്ല നിലയ്ക്കുള്ള ലിറ്ററസി റേറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആർമി ഓഫീസേഴ്സ്, മൂന്നാമത്തെ ഒരു ആളുകളാണ് എസ്റ്റേറ്റ് മാനേജേഴ്സ്. തുടങ്ങിയ ആളുകൾക്കൊക്കെ നല്ല നിലയ്ക്കുള്ള ഒരു ഉയർന്ന തരത്തിലുള്ള ലിറ്ററസി റേറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ജെൻഡറിനെ കുറിച്ച് പറഞ്ഞു, ലിറ്ററസിനെ കുറിച്ച് പറഞ്ഞു. അടുത്ത ലാസ്റ്റ് ഇതാണ് കൾച്ചർ. ഇത് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദിസ് സെക്ഷൻ. കൾച്ചർ, ഹൗ വാസ് ദ കൾച്ചർ, ഹൗ മച്ച് ഇറ്റ് ഡൈവേഴ്സിഫൈഡ്, എത്രമാത്രം ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു കൾച്ചറായിരുന്നു റോമൻ എംപയറിൻ്റെ എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ, ദ ഡൈവേഴ്സിഫൈഡ് റിലീജിയൻ. വിവിധ നിലയ്ക്കുള്ള റിലീജിയൻസ്, അതായത് അന്നുണ്ടായിരുന്ന വിവിധ തരത്തിലുള്ള മതങ്ങൾ അവർ പോളിത്തീസ്റ്റുകളായിരുന്നു. പോളിത്തീസ്റ്റ് എന്ന് പറഞ്ഞാൽ ധാരാളം ഐഡിയൽസോ അല്ലെങ്കിൽ വിഗ്രഹങ്ങളോ തുടങ്ങിയ വേറെ ഏതെങ്കിലും മൂർത്തികളോ ഇതിനെയൊക്കെ പല നിലയ്ക്കുള്ള ആളുകളെ ആരാധിക്കുന്നവരാണ് പോളിത്തീസ്റ്റുകൾ. അപ്പം
അന്ന് പല നിലക്കുള്ള ജൂതായുസം ഉണ്ടായിരുന്നു, ക്രിസ്ത്യാനിറ്റി ഉണ്ടായിരുന്നു, പല നിലക്കുള്ള മതങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. മറ്റൊന്ന് പ്ലൂരാലിറ്റി ഓഫ് ലാംഗ്വേജ്. ധാരാളം ലാംഗ്വേജ് ഉണ്ടായിരുന്നു. പക്ഷേ ഗ്രീക്കും ലാറ്റിനും തന്നെയായിരുന്നു പ്രധാനപ്പെട്ടത്. അന്നത്തെ എവിടെയൊക്കെയാണ് പ്രധാനപ്പെട്ട ലാംഗ്വേജുകൾ യൂസ് ചെയ്തിരുന്നതെന്ന് ഈസ്റ്റിലും വെസ്റ്റിലും യൂസ് ചെയ്ത ലാംഗ്വേജുകളെ കുറിച്ച് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറയുണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സ്, അവർ യൂസ് ചെയ്യുന്ന ഡ്രസ്സിൻ്റെ പാറ്റേൺ, അത് അവരുടെ കൾച്ചറിനെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഡയറ്ററി ഹാബിറ്റ്സ്, അവരെന്തൊക്കെയാണ് കഴിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സെറ്റിൽമെൻറ്റ്, അവരെവിടേക്കാണ് താമസിക്കുന്നത്. എവിടേക്കാണ് ചില രാജാക്കന്മാർ ചിലപ്പോൾ കൊട്ടാരങ്ങളിലും വലിയ വലിയ മണിമാളികളിലും അതുപോലെ തന്നെ വലിയ വലിയ ട്രേഡേഴ്സ് വലിയ വലിയ ഗോപുരങ്ങളിലൊക്കെ താമസിക്കുമ്പോൾ പാവപ്പെട്ടവർക്ക് താമസിക്കാൻ ഇടമില്ല. അങ്ങനെ വിവിധ തരത്തിലാണ് ആളുകളുടെ താമസം ഒക്കെ ബന്ധപ്പെട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ അവരുടെ കൾച്ചറുകളെ ശരിക്കും ദ്യോതിപ്പിക്കുന്നുണ്ട്, കൾച്ചറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്, കൾച്ചറിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ആ കൾച്ചറിനെ നമുക്ക് ഇതിൽ നിന്നൊക്കെ അനലൈസ് ചെയ്തെടുക്കാൻ സാധിക്കും. അവരുടെ റിലീജിയൻ ആവട്ടെ, ലാംഗ്വേജ് ആവട്ടെ, ഡ്രസ്സ് ആവട്ടെ, ഫുഡ് ആവട്ടെ, സെറ്റിൽമെൻ്റ് ആവട്ടെ, വാട്ട് എവർ, അതൊക്കെ അവരുടെ കൾച്ചറിലേക്ക് ഈസ് ഇൻഡിക്കേറ്റിംഗ്. നാം ഇപ്പോൾ പറഞ്ഞു വരുന്നുകൊണ്ടിരിക്കുന്നത് കൾച്ചറിനെ കുറിച്ചാണല്ലോ. കൾച്ചറിൽ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള നിലക്കുള്ള ലാംഗ്വേജുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. അന്നുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ലാംഗ്വേജുകൾ ഗ്രീക്കും ലാറ്റിനും പ്രധാനപ്പെട്ട തന്നെയാണെന്ന് നമുക്കറിയാം. പക്ഷേ വേറെ ലാംഗ്വേജുകൾ ഉണ്ടായിരുന്നു. അരാമിക്, അന്നത്തെ നിയർ ഈസ്റ്റിലുള്ള ലാംഗ്വേജ് ആയിരുന്നു അരാമിക്. നിയർ ഈസ്റ്റിലുള്ള ലാംഗ്വേജുകളായിരുന്നു അരാമിക്. രണ്ടാമത്തേത് കോപ്റ്റിക്. ഇന്ന് ഇപ്പോഴും ധാരാളം കോപ്റ്റിക് ക്രിസ്തു മതവിശ്വാസികളുള്ള സ്ഥലമാണ് ഈജിപ്റ്റ്. അപ്പം കോപ്റ്റിക് ഭാഷ സാധാരണ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു ഈജിപ്റ്റ്. ഈ നിയർ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഈസ്റ്റേൺ അറബ് സ്റ്റേറ്റ്സുകൾ, ഇന്നത്തെ പലസ്തീൻ നിൽക്കുന്ന, ഇന്നത്തെ ഇസ്രായേൽ നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ, ജോർദാൻ നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഈ നിയർ ഈസ്റ്റ് എന്ന് പറയുന്ന അതിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ബൈബിൾ ഏത് ഭാഷയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളതെന്ന് നിങ്ങൾ ഒന്നും കൂടെ എന്ത് ചെയ്യണം, കൃത്യമായിട്ടൊന്ന് അന്വേഷിക്കണം. ബൈബിൾ ഏത് ഭാഷയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത് എന്ന്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിന് ആൻസർ ഉണ്ടാവാം, പക്ഷെ നിങ്ങളൊന്ന് ചെറുതായിട്ട് അന്വേഷിക്കുക. പിന്നെ മറ്റൊരു ഭാഷയാണ് പ്യൂണിക്. പ്യൂണിക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പ്യൂണിക് അല്ലെങ്കിൽ ബർബർ എന്നൊക്കെയാണ് പറയുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നോർത്തേൺ ആഫ്രിക്കയിലാണ് ഈ ഭാഷ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ സെൽട്ടിക് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് സ്പെയിനിലാണ്. ഇന്ന് നമ്മൾ ഫുട്ബോൾ കളിയൊക്കെ കാണുമ്പോൾ സെൽട്ടിക് ചാമ്പ്യന്മാർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സ്പെയിനിലും ഏകദേശം നോർത്ത് വെസ്റ്റേൺ പാർട്സിലുമാണ് സെൽട്ടിക് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ വേറെ ഒരു കാര്യം മനസ്സിലാക്കണം, നാം ഈ പറയുന്ന ലാംഗ്വേജിനൊക്കെ എഴുതുവാനുള്ള അക്ഷരങ്ങളുണ്ടായിരുന്നു. സോ ദ ലിംഗ്വിസ്റ്റിക് കൾച്ചേഴ്സ് വെയർ മോസ്റ്റ്ലി ഓറൽ. ലിംഗ്വിസ്റ്റിക് കൾച്ചേഴ്സ് എന്തായിരുന്നു? ഓറലായിരുന്നു. എഴുതുന്നതിൻ്റെ അവർക്ക് സംസാരിക്കുവാനായിരുന്നു സാധിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ശേഷം ലാറ്റിൻ വരികയും ലാറ്റിൻ എന്ത് ചെയ്തു, ഇതിനെയൊക്കെ മാറ്റിയിട്ട് ലാറ്റിൻ തന്നെ വളരെ പ്രമുഖമായിട്ടുള്ള ഭാഷയായി മാറുകയും ചെയ്തു. ലേറ്റർ ലാറ്റിൻ ബിക്കം എ വൈഡ് സ്പ്രെഡ് വൺ. ലാറ്റിനിൽ എഴുതുവാനും പറയുവാനും എല്ലാം ചെയ്യുവാൻ സാധിച്ചിരുന്നു. സോ നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് കിടക്കാം. അത് എക്കോണമിയെ കുറിച്ചിട്ടുള്ളതായിരുന്നു. എങ്ങനെയായിരുന്നു എക്കോണമിയുടെ നിലനിൽപ്പ് എങ്ങനെയായിരുന്നു എന്നാണ് നാം ചർച്ച ചെയ്യേണ്ടത്. സോ റൈറ്റ് നൗ വി ഹാവ് ടു മൂവ് ടു എ ന്യൂ ടോപ്പിക്, എക്കോണമിക് എക്സ്പാൻഷൻ. How was the economy of Roman Empire? What was the important aspects of economy? What are the supporting factors of that gigantic economy? What are the products
and who are the producers and who worked and what was the use of coins, or moreover is there any kind of usage of coins. ഇങ്ങനെ തുടങ്ങിയ ധാരാളം ക്വസ്റ്റ്യൻസാണ് നമുക്ക് ആൻസർ ചെയ്യുവാനുള്ളത്. ആദ്യമായിട്ട് എക്കോണമി, എന്തിനാണ് എക്കോണമിയെക്കുറിച്ച് പഠിക്കേണ്ടതെന്ന് നോക്കുമ്പോൾ വളരെ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെൻ്റാണ് എക്കോണമി. അപ്പോൾ ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വലിയ ഒരു എംപയറിൻ്റെ എക്കോണമിയെക്കുറിച്ചാണ് നാം സംസാരിക്കുവാൻ പോകുന്നത്. റോമൻ എംപയറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എക്കോണമി വളരെ വലിയതായിരുന്നു, ഹ്യൂജായിരുന്നു, വാസ്റ്റായിരുന്നു. അതായത് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ പല നിലയ്ക്കും വ്യത്യസ്ത തലങ്ങളിലായിരുന്നു. ഹാർബറിലുണ്ടായിരുന്നു, മൈൻസുകളുണ്ടായിരുന്നു, ക്വാറീസുകളുണ്ടായിരുന്നു, ബ്രിക്ക് യാർഡുകളുണ്ടായിരുന്നു, ഒലീവ് ഓയിൽ ഏരിയകളുണ്ടായിരുന്നു, വൈൻ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു, വീറ്റ് അല്ലെങ്കിൽ ധാരാളം ധാന്യങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ധാരാളം വ്യത്യസ്ത തുറകളിലായിരുന്നു എക്കോണമി ശരിക്കും കടന്നിരുന്നത്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്ന 3 സാധനങ്ങൾ. ഇത് 3 ജനങ്ങൾ ഉപയോഗിച്ച പ്രധാനപ്പെട്ട ഹൈലി കൺസ്യൂം ആയിട്ടുള്ള സാധനങ്ങൾ: വീറ്റ്, വൈൻ ആൻഡ് ഒലീവ് ഓയിൽ. വീറ്റ് എന്താണെന്ന് നമുക്കറിയാം, വൈൻ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒലീവ് ഓയിൽ വളരെയധികം ഔഷധ ഗുണമുള്ള, നമ്മുടെ ഈ എണ്ണ തേങ്ങയുടെ എണ്ണ പോലെയല്ല, അതിലേറെ വളരെയധികം ഔഷധ ഗുണങ്ങളും മൂല്യങ്ങളുമുള്ള വളരെ വിലയേറിയ ഒരു ഓയിലാണ് ഒലീവ് ഓയിൽ. ഇന്നത്തെ നമ്മുടെ പലസ്തീൻ, ഇസ്രായേൽ തുടങ്ങിയ കൺട്രികളിൽ അല്ലെങ്കിൽ ധാരാളം മറ്റ് കൺട്രികളിലൊക്കെ ഒലീവ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട 3 സാധനങ്ങളും ഇവ വരുന്നത് റോമൻ എംപയറിൻ്റെ ഉള്ളിൽ തന്നെ പെട്ട സ്പെയിൻ അല്ലെങ്കിൽ ഗാലിക് പ്രൊവിൻസസുകൾ, നോർത്ത് ആഫ്രിക്ക, ഈജിപ്റ്റ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് റോമിലേക്ക് ഈ പറയുന്ന സാധനങ്ങളൊക്കെ കടന്നു വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഈ വൈനുകൾ എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്? ഇന്നത്തെ കാലത്തെ പോലെ കവറുകളോ തുടങ്ങിയ അത്യാധുനിക സംഭരിച്ച് വെക്കുവാനുള്ള സാധനങ്ങളോ ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെയായിരുന്നു? അന്ന് പക്ഷെ ഒരു കാര്യമുണ്ടായിരുന്നു, അതാണ് അംഫോറെ എന്ന് പറയുന്നത്. ഇന്നും ധാരാളം ആർക്കിയോളജിസ്റ്റുകൾക്കും ഹിസ്റ്റോറിയൻസിനൊക്കെ വളരെയധികം അത്ഭുതം നൽകുന്ന ഒരു സാധനമാണ് ആംഫോറെ. ആംഫോറെ എന്നാണ് പറയുന്നത്. അതായത് ഒരു പ്രത്യേകതരം ഒരു ചട്ടിയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഒരു കുറച്ച് ഉയരത്തിലുള്ള ഒരു കൈ പിടിക്കാൻ പറ്റുന്ന നിലത്തുള്ള ഒരു പ്രത്യേകതരം ഭരണിയാണ് ആംഫോറെ. അപ്പോൾ ഈ ആർക്കിയോളജിസ്റ്റുകൾ ആംഫോറെ ഇപ്പം ഇന്ത്യയും റോമുമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ച് പഠനം നടത്തിയ ഹിസ്റ്റോറിയൻസിന് ധാരാളം ആംഫോറയെ ഇന്ത്യയുടെ കടൽ തീരത്ത് നിന്ന്, സമുദ്ര തീരത്ത് നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ നിന്നും മറ്റു പല കാര്യങ്ങളിൽ നിന്നുമാണ് ഇന്ത്യയും റോമും തമ്മിൽ എന്തുണ്ടായിരുന്നു, പുരാതന കാലം മുതൽ കച്ചവടം ഉണ്ടായിരുന്നു എന്നൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞത് ആംഫോറെ എന്നുള്ള വേർഡ് നിങ്ങൾക്ക് മറക്കാതിരിക്കാൻ വേണ്ടിയാണ്. സോ ആർക്കിയോളജിസ്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ധാരാളം ആംഫോറകളെ മെഡിറ്ററേനിയനിലും ധാരാളം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ കണ്ടെടുത്തിട്ടുണ്ട്, ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാം പറഞ്ഞു വന്നത് ഏകദേശം 1st and 2nd സെഞ്ച്വറിയിലുള്ള കാര്യങ്ങളാണ് നാം പറഞ്ഞു വന്നിരുന്നത്. അതിൽ തന്നെ സ്പാനിഷ് ഓയിൽ വളരെ അധികം ഹൈലി കൺസ്യൂംഡ് ആണ് എന്ന് പറഞ്ഞു. ഈ സ്പാനിഷ് ഓയിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കണ്ടെയ്നേഴ്സിനെ നാം ആംഫോറെ എന്ന് പറഞ്ഞു. മറ്റൊരു കണ്ടെയ്നറിൻ്റെ പേരാണ് ഡ്രസ്സൽ 20. അതായത് ഇത് കണ്ടുപിടിച്ച ആർക്കിയോളജിസ്റ്റിൻ്റെ പേരിനൊപ്പം ഇട്ട
അതിന് അവരോടുള്ള ബഹുമാന സൂചകമായിട്ടിട്ട പേരാണ് ഡ്രസ്സൽ 20 എന്ന്. സോ അപ്പോൾ നമുക്കൊരു ചോദ്യം ഉണ്ടാകും, എന്തുകൊണ്ടാണ് സ്പാനിഷ് പ്രൊഡ്യൂസറുകൾ സ്പാനിഷ് പ്രൊഡക്ട്സുകൾ എന്തുകൊണ്ടാണ് ഈ മാർക്കറ്റ് പിടിച്ചെടുത്തതെന്ന് നമുക്ക് ചോദ്യം ഉണ്ടാകും. സോ അതിന് പ്രധാനപ്പെട്ട കാരണം തന്നെ എന്താണ്? ലോ പ്രൈസും ഹൈ ക്വാളിറ്റിയും. ചുരുങ്ങിയ പ്രൈസിൽ ഹൈ ക്വാളിറ്റി ഉള്ള ഒരു ഉൽപ്പാദനം പ്രൊഡക്റ്റ് പുറത്തിറക്കുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ട് മാർക്കറ്റ് പിടിച്ചെടുക്കും. സോ കാലങ്ങൾ കടന്നു പോകുമ്പോൾ വൈനും അതുപോലെ തന്നെ മറ്റു ഓയിലുകളും ഒലീവ് ഓയിലിനൊക്കെ ഉള്ള മാർക്കറ്റ് സ്പെയിനിൻ്റെ മാർക്കറ്റിൽ നിന്ന് അടുത്ത മാർക്കറ്റുകളിലേക്ക് പോയി. അതായത് സ്പെയിനിൽ നിന്ന് നോർത്ത് ആഫ്രിക്കയിലേക്ക് പോയി. നോർത്ത് ആഫ്രിക്കയിൽ നിന്ന് കാലം കഴിയുമ്പോൾ ഏകദേശം 5th സെഞ്ച്വറിക്ക് ആകുമ്പോൾ ഏകദേശം തുർക്കി, സിറിയ, പലസ്തീൻ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഒരു ഒലീവ് ഓയിൽ അവരുടെ കുത്തകയായി മാറി. സോ ഇതിങ്ങനെ ഒരു നിരന്തരമായിട്ടുള്ള ഒരു പ്രോസസ്സായി മാറുകയുണ്ടായി. സോ അടുത്തതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെയുള്ള ചില പ്രദേശങ്ങളിൽ എക്സെപ്ഷണലായിട്ടുള്ള ഫെർട്ടിലിറ്റി ഉണ്ടായിരുന്നു. അവിടുത്തെ സോയിലിന് ഭയങ്കര ഫെർട്ടിലിറ്റി ആയിരുന്നു. അതായത് എന്തിട്ടാലും ഉണ്ടാവുന്ന എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ധാരാളം സ്ഥലങ്ങളുണ്ട്. സിസിലി ഉണ്ട്, ബൈസേസിയ ഉണ്ട്, അതുപോലെ തന്നെ കമ്പാനിയ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഇവിടെയൊക്കെ ധാരാളം കാര്യങ്ങൾ വൈൻ ഉണ്ടാകുകയാണെങ്കിൽ ക്യാമ്പനിയ എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും മുന്തിയ വൈൻ ഉണ്ടാവുക. വീറ്റ് ഉണ്ടാവുകയാണ് സിസിലിയും ബൈസേസിയും ആണ്. അതുപോലെ തന്നെ ഇനി ഈ പറയുന്ന എക്കോണമിയെ കുറിച്ചാണല്ലോ നാം പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. ഈ പറയുന്ന എക്കോണമിയിൽ തന്നെയുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ട്രാൻസ് ഹ്യൂമൻസ്. അതിന് മറ്റൊരു നിലയ്ക്ക് പറയുകയാണെങ്കിൽ പാസ്റ്ററലിസം. നാം ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞ പാസ്റ്ററലിസം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് എന്ത് ചെയ്യുക, ഈ മൃഗങ്ങളെയൊക്കെ എന്ത് ചെയ്യുക, മേയ്ക്കുക എന്ന് പറയും. ഒരു ട്രാൻസ് ഹ്യൂമൻസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അവർ തണുപ്പ് കാലത്ത് മല ഇറങ്ങുകയും ചൂട് കാലമാകുമ്പോൾ ഏകദേശം യൂറോപ്പിലേക്കുള്ള ചെറിയ ചൂടാകുമ്പോൾ അവർ മല കയറിയിട്ട് ആടുകൾക്കും കന്നുകാലികൾക്കൊക്കെ തീറ്റ കണ്ടെത്തും. അപ്പോൾ ഇവരുടെ ഈ ഇറക്കങ്ങളും കയറ്റങ്ങളും സെറ്റിലായിട്ടുള്ള ആളുകളെ ധാരാളം ബാധിക്കുകയുണ്ടായി. അത് പിന്നെ ശേഷം കോൺഫ്ലിക്റ്റുകൾക്കൊക്കെ കാരണമായി. പക്ഷെ എന്നിരുന്നാലും ഇവരും എക്കോണമിയുടെ വലിയൊരു പാർട്ടായിരുന്നു. സോ ഏകദേശം 10,000 കൊല്ലം മുമ്പുള്ള എക്കോണമിയാണ്. അപ്പോൾ ഈ എക്കോണമി ഒരു പ്രിമിറ്റീവ് ആണ് എന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട. മറിച്ച് ഇത് പ്രിമിറ്റീവ് അല്ല, അന്നത്തെ കാലത്ത് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ടെക്നോളജി ആയിരുന്നു. മോഡേൺ ഇൻ ദ സെൻസ് അവിടെ വാട്ടർ പവേർഡ് ആയിട്ടുള്ള മില്യൻ ടെക്നോളജി ഉണ്ടായിരുന്നു. വാട്ടർ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന മില്യൻ ടെക്നോളജി ഉണ്ടായിരുന്നു. വാട്ടർ പവേർഡ് ആയിട്ടുള്ള മില്യൻ ടെക്നോളജി ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നാമതായിട്ട് വാട്ടർ പവേർഡ് മില്യൻ ടെക്നോളജി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. രണ്ടാമതായിട്ട് യൂസ് ഓഫ് ഹൈഡ്രോളിക് മൈനിങ് ടെക്നിക്സ്. മൈനിങ് ടെക്നിക്സ് യൂസ് ചെയ്തിരുന്നു. മൂന്നാമതായിട്ട് അവരുടെ ബാങ്കിങ് നെറ്റ്വർക്കുകൾ വളരെ ഉഷാറായിട്ടുള്ള, വളരെ പോപ്പുലറായിട്ടുള്ള ബാങ്കിങ് ആൻഡ് കൊമേഴ്ഷ്യൽ നെറ്റ്വർക്ക്സ് ഉണ്ടായിരുന്നു. സോ ഇതൊക്കെയാണ് അവരുടെ എക്കോണമിക് കാര്യങ്ങൾ. ഏതൊക്കെ നിലയ്ക്കായിരുന്നു അവരുടെ എക്കോണമി ഉണ്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. വൺസ് വി ആർ കൺക്ലൂഡിങ് ദിസ് അവർ ടുഡേയ്സ് ക്ലാസ്. സോ വി ഓൾറെഡി ഡിസ്കസ് അബൌട്ട് culture, gender, literacy and the economic expansion. What are the basic materials, what are the basic products that Roman Empire used, and what kind of technology they use. So many things we already discussed. So in our next class we will discuss about the controlling of workers. So don't be worried about controlling of workers is just like another name of slavery. So we will discuss on our next class about slavery.